ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസെടുക്കുക എന്നത് പുതിയ സംഭവമൊന്നുമല്ല. അത് പല തരത്തിലുണ്ടാകും. IAS ഓഫീസർമാർ മുതൽ താഴെ പോലീസുകാർ വരെ, സാധാരണ പോലീസുകാർ വരെ ഒക്കെ കേസുണ്ടാകും അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട്. എന്നാൽ ചില കേസുകൾ രാഷ്ട്രീയ പ്രാധാന്യം നേടും, അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്യും. ചില കേസുകൾ പ്രതികാര നടപടിയുടെ ഭാഗമായും വരാം. പ്രതികാര നടപടിയുടെ ഭാഗമായി വന്ന ഒരു കേസ് ഇപ്പോൾ അത് അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കേസ് അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കും. എന്തായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം, കോൺഗ്രസിന്റെ ലക്ഷ്യം? 5 പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക എന്നതായിരുന്നു. അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ UDF സർക്കാർ അധികാരം ഏറ്റെടുത്ത ആദ്യ ഘട്ടം മുതൽ തന്നെ തുടങ്ങിയിരുന്നു. മാധ്യമങ്ങൾ വലിയ പ്രചാരണം അതിന് നൽകുകയും ചെയ്തു. എന്തുകൊണ്ടാണ് സർക്കാർ നടപടിയെടുക്കാത്തത് എന്ന് ചോദിച്ച മാധ്യമങ്ങൾ വരെയുണ്ട് കേരളത്തിൽ. എന്ന് വെച്ചാൽ UDFനെ നയിക്കുക, UDFന്റെ ഘടകകക്ഷികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുക, അതായി കേരളത്തിലെ മാധ്യമങ്ങളുടെ രീതി. അതിനുദാഹരണമാണ് നാം കണ്ടത്. പക്ഷേ കോടതിയിലെത്തിയപ്പോൾ കേസ് ഒന്നുമല്ലാതെ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു. പറഞ്ഞു വരുന്നത് നവകേരള യാത്രയോടനുബന്ധിച്ചുണ്ടായ ASUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കരിങ്കൊടി പ്രകടനം, അതിനെതിരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ രംഗത്തിറങ്ങി അവരെ അടിച്ചത്, ഇതെല്ലാം വലിയ ചർച്ചയായി വാർത്തയായി മാറിയ സംഭവമായിരുന്നു. എന്നാൽ UDF അധികാരത്തിൽ വന്ന ഉടനെ 5 ഗൺമാൻമാരെ, അന്നത്തെ മുഖ്യമന്ത്രിയുടെ 5 ഗൺമാൻമാരെ, അനിൽകുമാർ, S സന്ദീപ്, അരുൺ, ഷൈജു, വിപിൻ എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. അതിന്റെ തലവൻ ഷൗക്കത്ത് അലി TP കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. ഷൗക്കത്ത് അലി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഇനി പിണറായിയുടെ ഗൺമാൻമാർക്ക് രക്ഷയില്ല എന്നൊക്കെയായിരുന്നു പ്രചാരണം. എല്ലാം അവസാനിച്ചിരിക്കുന്നു. മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി. ഇനി അന്വേഷണ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയെ സമീപിക്കുമോ ഇല്ലയോ എന്നതൊക്കെയാണ് അറിയാനുള്ളത്. കോടതി ജാമ്യം അനുവദിച്ച സാഹചര്യത്തിൽ ഇനി മേൽക്കോടതി ആ ജാമ്യം നിഷേധിക്കാനുള്ള അല്ലെങ്കിൽ കീഴ്ക്കോടതി വിധി റദ്ദാക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി നിലനിൽക്കും എന്ന് പറയുന്നത്. അത് കോൺഗ്രസിന്, UDF നേതാക്കൾക്ക് വലിയ തിരിച്ചടിയാണ്. പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോഴും അവരുടെ ശത്രുവും മാധ്യമങ്ങൾക്ക് കരം. പിണറായി വിജയൻ കഴിഞ്ഞ 4 നൂറ്റാണ്ടായി കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇരയാണ് എന്ന് വേണമെങ്കിൽ പറയാം. മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്, സോഷ്യൽ മീഡിയ നിലനിൽക്കുന്നത്, ദൃശ്യമാധ്യമങ്ങൾ നിലനിൽക്കുന്നത് പിണറായി വിജയനെ ചുറ്റിപ്പറ്റിയാണ്. ഒരു ദിവസം ഒരു വാർത്തയെങ്കിലും, പ്രധാന വാർത്തയെങ്കിലും ഉണ്ടാകും പിണറായി വിജയനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെ കുറിച്ചുള്ള വാർത്തകൾ, നവകേരള യാത്രയെ കുറിച്ചുള്ള വാർത്തകൾ, രക്ഷാപ്രവർത്തനം എന്ന പേരിൽ വലിയ പ്രചാരം നൽകി വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നത് നമ്മുടെ മാധ്യമങ്ങൾ. ഇനി അല്പം ശാന്തത, മറ്റു വഴികൾ നോക്കിക്കോ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പിണറായി വിജയന്റെ 5 ഗൺമാൻമാർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അവരെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു വിധിയാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയെങ്കിലും 5 പേരെയും പിടിച്ച് ജയിലടയ്ക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സർക്കാർ മുന്നോട്ട് പോയത്. അതിലാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടത്. കോൺഗ്രസിന് ഏറ്റ രാഷ്ട്രീയമായ തിരിച്ചടി കൂടിയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മുൻകൂർ ജാമ്യം അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ ഹൈക്കോടതിയിൽ പോകുമായിരുന്നു. ഹൈക്കോടതിയുടെ തീരുമാനം വരുന്നത് വരെ പോലീസിന്റെ നടപടികളൊന്നും ഉണ്ടാകില്ല. എന്നാലും അത് വലിയ തിരിച്ചടിയാവുകയും വലിയ വാർത്തകളായി 2 ദിവസം മാധ്യമങ്ങൾ ആഘോഷിക്കുകയും ചെയ്യുമായിരുന്നു. അതിനാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടത്. കോൺഗ്രസിന്, ഭരണത്തിന് തെറ്റായ തീരുമാനമെടുത്ത ആഭ്യന്തര വകുപ്പിന്, അതിന് നേതൃത്വം കൊടുത്ത രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഇതിനെല്ലാറ്റിനും നേതൃത്വം കൊടുത്ത, എല്ലാറ്റിനും തുടക്കം കുറിച്ച VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് ഏൽക്കുന്ന ആദ്യത്തെ അടി, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏൽക്കുന്ന ആദ്യത്തെ അടി, അതാണ് ലഭിച്ചിരിക്കുന്നത് ആലപ്പുഴ സെഷൻസ് കോടതിയിൽ നിന്നും.